അസ്സലാമു അലൈക്കും. ഒരിക്കല് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും താമസിച്ചുകൊണ്ടിരുന്ന വീടിന്റെ മുന്നില് കരളിപ്പയറ്റ് നടക്കുന്നതായിട്ട് വന്നു. അപ്പോ ആയിഷ ബീവി മുത്തുനബിയോട് ചോദിക്കുകയാണ്. നമുക്കറിയാം, മുത്തുനബിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇളയ, അതായത് ഏറ്റവും വയസ്സ് കുറഞ്ഞ ഭാര്യയാണ് ആയിഷ ബീവി. അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആയിഷ ബീവി ചെറുപ്രായത്തിലാണ്, കുട്ടിക്കാലത്താണ് മുത്തുനബിയോട് കൂടി ജീവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ ആ പ്രായത്തിരിക്കുന്ന ആയിഷ ബീവിക്ക് ഇത് കണ്ടപ്പോൾ അത് കാണാൻ വല്ലാത്തൊരു പൂതി. അപ്പൊ മുത്തുനബിയോട് ചോദിക്കുകയാണ്, നബിയെ, എനിക്ക് ആ കരളിപ്പോയിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെയും വിളിച്ചുകൊണ്ട് ആ വാതിൽക്കൽ എത്തിയിട്ട് മുത്തുനബി ആയിഷ ബീവിനോട് പറയാണ്, ആയിഷ, നീ എൻ്റെ ഈ തോളിന്റെയും ഈ വാതിലിന്റെയും ഇടയിൽ പോയി നീ കരളിപ്പയറ്റ് കണ്ടോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് മറയായിട്ട് അവിടെ നിന്നുകൊണ്ട് ആയിഷ ബീവിക്ക് ആ കരളിപ്പയറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ സ്ഥാനത്ത് നമ്മളോട് നമ്മളെ ഭാര്യമാർ ഇങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയും, നിനക്കെന്താ ഭ്രാന്താണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ നിനക്കെന്താ കളിപ്രായം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും. അപ്പോ ഇവിടുന്ന് മുസ്ലിം നമുക്ക് പഠിപ്പിച്ചേരുന്നത് നമ്മുടെ ഭാര്യമാര് എന്ത് ആഗ്രഹത്തോട് നമ്മളോട് എന്ത് പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണം എന്നാണ്. അപ്പോ ഈ ചരിത്രം നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളുമെന്ന് കരുതിക്കൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാരക്ക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഒരിക്കല് ആയിഷ ബീവി